ഈ ക്ലാസ്സിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ 7ാമത്തെ സെഷനാണ് പഠിക്കുന്നത് കേട്ടോ. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ 7ാമത്തെ സെഷനിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് രണ്ട് ക്യാരക്ടർ അല്ലെങ്കിൽ രണ്ട് ജീൻ ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടർ പേരന്റിൽ നിന്ന് ഓസ്പ്രിംഗിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഇതേ സംഗതികൾ തന്നെ മോണോഹൈബ്രിഡ് ക്രോസ് ചെയ്തപ്പോൾ നമ്മൾ ഒരു ക്യാരക്ടർ പാസ് ചെയ്ത് എങ്ങനെയാണെന്ന് കണ്ട അതേപോലെ തന്നെയാണോ പാസ് ചെയ്യുന്നത് എന്ന് മെന്റൽ സ്റ്റഡി ചെയ്താ. അപ്പൊ മോണോഹൈബ്രിഡ് ക്രോസ് അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ കണ്ടുപിടിച്ച ലോ ഓഫ് ഡോമിനൻസും അതേപോലെ തന്നെ ലോ ഓഫ് സെഗ്രിഗേഷനും ആണ് കേട്ടോ. അത് തെറ്റാന്ന് പ്രൂവ് ചെയ്യുന്ന ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോഡോമിനൻസും അതേപോലെ തന്നെ പ്ലിയോട്രോപ്പി, ഇത് മൂന്നും ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ അല്ല, അത് അതിന്റെ കോൺട്രവേഴ്സി നമ്മൾ അതിന്റെ ഒപ്പം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻസിൽ അദ്ദേഹം ട്രൈ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ രണ്ട് ജീൻസ് ഒരുമിച്ച് എങ്ങനെ പേരന്റിൽ നിന്ന് ഓസ്പ്രിംഗിലേക്ക് പാസ് ചെയ്യുന്നു, അപ്പൊ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, അദ്ദേഹം കണ്ടുപിടിച്ച മോണോഹൈബ്രിഡ് ക്രോസിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, എന്തായിരിക്കും അതിന്റെ റേഷ്യോ, ഇതൊക്കെയാണ് അദ്ദേഹം ഇതിനകത്ത് സ്റ്റഡി ചെയ്തത്. അദ്ദേഹം മെന്റൽ വർക്ക്ഡ് വിത്ത് ആൻഡ് ക്രോസ്ഡ് പി പ്ലാന്റ്സ് ദാറ്റ് ഡിഫർ ഇൻ 2 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞ ഡൈഹൈബ്രിഡ് ക്രോസ് ഇൻ വിച്ച് വി ക്യാൻ സീ 2 പെയർസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ ബ്രോട്ട് ടുഗദർ ഇൻ എ ഹൈബ്രിഡ്. അതായത് ഇൻ എ hybridization experiment, if 2 characters are considered at a time, that is called as dihybrid cross. In a hybridization experiment, if 2 characters are considered at a time, that is called as the dihybrid cross. ഒരു ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റില് രണ്ട് ക്യാരക്ടർ ഒരേ സമയം കൺസിഡർ ചെയ്ത അതിനെ നമ്മൾ പറയുന്നതാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. ഇൻ എ ഹൈബ്രിഡൈസേഷൻ experiment, if 2 characters are considered at a time, that is called as dihybrid cross. മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹം ഇവിടെ ഈ എക്സ്പെരിമെന്റിൽ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം കൺസിഡർ ചെയ്തത് ഒന്ന് സീഡ് കളറും ഒന്ന് സീഡിന്റെ ഷേപ്പും. അതായത് സീഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന സീഡിന്റെ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹം എടുത്തത്. അതായത് യെല്ലോ കളർ സീഡ്, യെല്ലോ കളർ ആൻഡ് സീഡ് വിത്ത് റൗണ്ട് ഷേപ്പും അതുപോലെ ഗ്രീൻ കളർ സീഡ് വിത്ത് റിങ്കിൾഡ് ഷേപ്പും. അപ്പൊ ഇവിടെ യെല്ലോ കളർ സീഡിന് യെല്ലോ കളറും ഗ്രീൻ കളറും വരാം എന്നിതിന് മനസ്സിലായല്ലോ. അതേപോലെ തന്നെ സീഡിന്റെ ഷേപ്പ് റൗണ്ട് ഷേപ്പും വരാം, റിങ്കിൾഡ് ഷേപ്പും വരാം. യെല്ലോ കളറും ഗ്രീൻ കളർ സീഡും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ച് മോണോ ഹൈബ്രിഡ് ക്രോസിൽ അദ്ദേഹം ചെയ്തു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ, ഈ യെല്ലോ സീഡും ഗ്രീൻ സീഡും കൂടിയിട്ട് ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ F1 ജനറേഷനിൽ അദ്ദേഹത്തിന് കിട്ടിയത് യെല്ലോ കളർ സീഡാ എന്ന് പറഞ്ഞാൽ യെല്ലോ കളർ ഈസ് ഡോമിനേറ്റിംഗ് ഓവർ ദ ഗ്രീൻ കളർ സീഡ് എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ റൗണ്ട് ആൻഡ് റിങ്കിൾഡ് ക്യാരക്ടർ അദ്ദേഹം ക്രോസ് ചെയ്യിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ക്യാരക്ടർ എന്താണെന്നറിയോ, ഫസ്റ്റ് ജനറേഷനിൽ റൗണ്ട് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിൽ നിന്ന് എന്താ മനസ്സിലായത്, അതിനകത്ത് ദ റൗണ്ട് ഈസ് ദ ഡോമിനന്റ് ക്യാരക്ടർ കേട്ടോ. ഈ യെല്ലോ കളർ റൗണ്ട് ഷേപ്ഡ് സീഡ്സും ഗ്രീൻ കളർ റിങ്കിൾഡ് ഷേപ്പ് സീഡ്സും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ യെല്ലോ കളർ റൗണ്ട് സീഡ് ഡോമിനന്റും റിങ്കിൾഡ് ആൻഡ് ഗ്രീൻ സീഡ് റിസസീവും ആയിട്ടാണ് അദ്ദേഹം കൺസിഡർ ചെയ്തത്. ഓക്കെ, അതെന്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം അങ്ങനെ ആ രണ്ട് ക്യാരക്ടറിനെയും ഡോമിനന്റും റിസസീവും ആയിട്ട് കൺസിഡർ ചെയ്ത മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഈ പറയുന്ന ഡൈഹൈബ്രിഡ് ക്രോസിലും ഇതാണ് ഡോമിനന്റ് പാരന്റ് എന്നും ഇതാണ് റിസസീവ് പാരന്റ് എന്നും അദ്ദേഹം കൺസിഡർ ചെയ്ത് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് മോണോ ഹൈബ്രിഡ് ക്രോസ് ആ 7 പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിലും അദ്ദേഹം ചെയ്തു നോക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാം ഏതേത് ക്യാരക്ടറൊക്കെയാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്നും ഏതാണ് റിസസീവ് ആയിട്ടുള്ള ക്യാരക്ടർ എന്നും അദ്ദേഹത്തിന് നല്ല ക്ലിയർ ആയിട്ട് അറിയാം അദ്ദേഹത്തിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസിൽ നിന്ന്. അപ്പൊ നമ്മൾ ഏതൊക്കെ ക്യാരക്ടേഴ്സ് അദ്ദേഹം കൺസിഡർ ചെയ്ത്, സ്റ്റെമ്മിന്റെ ഹൈറ്റ്, ഫ്ലവറിന്റെ കളർ, ഫ്ലവറിന്റെ പൊസിഷൻ, പോഡിന്റെ ഷേപ്പ്, പോഡ് കളർ, സീഡ് ഷേപ്പ്, സീഡ് കളർ. അതിനകത്ത് സ്റ്റെമ്മിന്റെ ഹൈറ്റ് ടോൾ ആണ്, ഡോമിനന്റ്, ഡ്വാർഫ് റിസസീവ് ആണ്. ഫ്ലവർ കളർ ആണെങ്കിൽ വയലറ്റ് ഡോമിനന്റും വൈറ്റ് റിസസീവും ആണെന്ന് കണ്ടുപിടിച്ചു. ഫ്ലവറിന്റെ പൊസിഷൻ ആക്സിയൽ ഡോമിനന്റും ടെർമിനൽ റിസസീവും ആണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. പോഡ് ഷേപ്പ് ഇൻഫ്ലേറ്റഡ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത് ഡോമിനന്റും കൺസ്ട്രക്ട് ചെയ്ത് കാണുന്ന റിസസീവ് ആണെന്ന് കണ്ടുപിടിച്ചു. പോഡ് കളർ വന്നിട്ട് ഗ്രീൻ പോഡ് കളർ ഡോമിനന്റും യെല്ലോ പോഡ് കളർ റിസസീവ് ആണെന്ന് കണ്ടുപിടിച്ചു. പോഡ് കളറും സീഡ് കളറും തമ്മിൽ മാറിപ്പോവരുത് കേട്ടോ. സീഡ് ഷേപ്പ് റൗണ്ട് ഡോമിനന്റും റിങ്കിൾഡ് റിസസീവ്, അതുപോലെ സീഡ് കളർ വന്നിട്ട് യെല്ലോ ഡോമിനന്റ് ഗ്രീൻ റിസസീവ് ആണെന്ന് അദ്ദേഹം മോണോ ഹൈബ്രിഡ് ക്രോസ് വഴി തെളിയിച്ചതാണ് കേട്ടോ. ഇനി അദ്ദേഹം ചെയ്ത ഈ ഡൈഹൈബ്രിഡ് ക്രോസ്
ക്രോസിൽ see here let us use genotypic symbol capital Y for dominant yellow. യെല്ലോയിനെ റെപ്രസെന്റ് ചെയ്യാൻ ക്യാപിറ്റൽ വൈയും ഗ്രീനിനെ റെപ്രസെന്റ് ചെയ്യാൻ സ്മോൾ വൈയും ആണ് അദ്ദേഹം യൂസ് ചെയ്തത്. റൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ ക്യാപിറ്റൽ ആറും റിങ്കിൾഡിനെ റെപ്രസെന്റ് ചെയ്യാൻ സ്മോൾ ആറും ആണ് അദ്ദേഹം യൂസ് ചെയ്തത്. അപ്പൊ പേരന്റിന്റെ ജീനോടൈപ്പിക് കോമ്പോസിഷൻ എന്തായിരിക്കണം? റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീൻ ആണ് വേണ്ടത് അല്ലേ? കാരണം റൗണ്ട് ഡോമിനന്റ് ആണ്, യെല്ലോവും ഡോമിനന്റ് ആണ്. അപ്പൊ ഡോമിനന്റ് പേരന്റും റിസസീവ് പേരന്റും. അപ്പൊ ഡോമിനന്റ് പേരന്റിനെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എന്നും റിസസീവ് പേരന്റിനെ സ്മോൾ ആർ സ്മോൾ വൈ എന്നും റെപ്രസെന്റ് ചെയ്താണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിന്റെ ഗ്യാമീറ്റ്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ ക്രോസ് ചെയ്യുന്ന സമയത്ത് രണ്ട് പേരന്റ്സും ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന ആദ്യം നമ്മൾ എഴുതി വെക്കണമല്ലോ. ആ ജീനോടൈപ്പ്, പാരന്റിന്റെ ജീനോടൈപ്പ് അനുസരിച്ചാണ് ഇവർ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്നത് അല്ലെ? ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന ഇതിൽ നിന്നുള്ള ഗ്യാമീറ്റ് ഈ സീഡിന്റെ ഷേപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്യാമീറ്റിന്റെ ഒരു ആറും അതേപോലെ തന്നെ ക്യാപിറ്റൽ ആറും അതേപോലെ സീഡ് കളറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഓൾട്ടർനേറ്റ് ഫോം ഓഫ് ദ ഫാക്ടർ ക്യാപിറ്റൽ വൈയും വരും അല്ലെ? ഇത് ഒരു ഗ്യാമീറ്റ്. അതേപോലെ തന്നെ അതർ പേരന്റിൽ നിന്ന് സ്മോൾ ആറും സ്മോൾ വൈയും ആണ് വരിക. അപ്പൊ ഇത് നോക്കിയേ, ഇത് നെക്സ്റ്റ് ഗ്യാമീറ്റ്. എത്ര തരത്തിലുള്ള ഗ്യാമീറ്റ് ഉണ്ടായി ഫസ്റ്റ് ജനറേഷനിൽ? ആദ്യത്തെ ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആകെ ഹോമോസൈഗസ് പേരന്റ് ആയതുകൊണ്ട് അവർക്ക് ഒരു തരത്തിലുള്ള ഗ്യാമീറ്റ് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതിന്റെ F1 ജനറേഷനിൽ ഉണ്ടായ പ്രോജനി അല്ലെങ്കിൽ ഹൈബ്രിഡ് പ്രോജനി വന്നിട്ട് എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആൻഡ് ക്യാപിറ്റൽ വൈ സ്മോൾ വൈ കണ്ടീഷൻ ആയിരിക്കും കാണുന്നത്. അതായത് ഹെട്രോസൈഗസ് ഹൈബ്രിഡ്. ഇതിന്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും? റൗണ്ട് സീഡ് വിത്ത് യെല്ലോ കളറാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മെന്റൽ സെൽഫ് ഹൈബ്രിഡൈസ് ചെയ്തപ്പോൾ ഈ F1 പ്രോജനീനെ F1 കൊണ്ട് സെൽഫ് ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹി കുഡ് ഫൈൻഡ് ദാറ്റ് 3/4 ഓഫ് ദ F2 പ്ലാന്റ് യെല്ലോ സീഡും 1/4 ഗ്രീൻ സീഡും ആയിരുന്നു. അതേപോലെ തന്നെ 3/4 ഓഫ് ദിസ് സീഡ് ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് റൗണ്ട് ആൻഡ് 1/4 ഇറ്റ് വാസ് റിങ്കിൾഡ്. കണ്ടോ? അപ്പൊ രണ്ടും ഡോമിനന്റ് ക്യാരക്ടർ 75% എക്സ്പ്രസ് ചെയ്തെങ്കിൽ റിസസീവ് ക്യാരക്ടർ 25% എക്സ്പ്രസ് ചെയ്തിട്ടുള്ളൂ. 3/4 വന്ന് ഡോമിനന്റ് ക്യാരക്ടറും 1/4 റിസസീവ് ക്യാരക്ടറും ആയിരുന്നു. അതേപോലെ നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസിൽ കണ്ടുപിടിച്ച റേഷ്യോ എങ്ങനെയായിരുന്നു? 3:1 റേഷ്യോ ആണ് അല്ലെ? 3:1 റേഷ്യോ ആണ് നമ്മുടെ മോണോ ഹൈബ്രിഡ് ക്രോസിൽ കണ്ടുപിടിച്ചത്. ഇനി ആ ക്രോസ് ഒന്ന് നോക്കാം എങ്ങനെയാന്ന്. സി ഹിയർ റൗണ്ട് യെല്ലോ റിങ്കിൾഡ് ഗ്രീൻ, ഇതാണ് അവിടെ പേരൻസ് എന്ന് പറഞ്ഞ മേജർ പേരന്റ്, ഫസ്റ്റ് ജനറേഷൻ പേരന്റ് ജനറേഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്തുനിന്ന് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ക്യാപിറ്റൽ ആറും ഒരു ക്യാപിറ്റൽ വൈയും കൂടി ജോയിൻ ചെയ്യാം. ഇവിടെ ഓൾട്ടർനേറ്റ് ഫോം ഓഫ് ദ അലീൽ എന്ന് പറയുന്ന സെയിം ടൈപ്പ് ആയതുകൊണ്ട് എല്ലാ ഗ്യാമീറ്റും ഒരേ തരത്തിലുള്ള ജനറ്റിക് കോമ്പോസിഷൻ ആയിരിക്കും. അതിന്റെ ഷേപ്പിനെയും അതേപോലെ തന്നെ അതിന്റെ കളറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ നോക്കിയ റിങ്കിൾഡ് ഗ്രീൻ ആണ്. അപ്പോൾ സ്മോൾ ആർ സ്മോൾ വൈ ആണ് അതിന്റെ ഗ്യാമീറ്റ്. ഇനി ഇതിന്റെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്ഡ് യെല്ലോ കളേർഡ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ആണ്. ഇനി ഈ പ്ലാന്റ് സെൽഫ് ഫെർട്ടിലൈസേഷൻ ചെയ്യുന്ന സമയത്ത് പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 4 തരത്തിലുള്ള പോളൻ ഗ്രെയിൻസ് കിട്ടും. അതായത് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈയും സ്മോൾ ആർ ക്യാപിറ്റൽ വൈയും ക്യാപിറ്റൽ ആർ സ്മോൾ വൈയും സ്മോൾ ആർ സ്മോൾ വൈയും. അതായത് ഇപ്പൊ നോക്കിക്കേ, ക്യാപിറ്റൽ ആർ വെൻ ഇറ്റ് ഈസ് കമ്പൈനിങ് വിത്ത് ക്യാപിറ്റൽ വൈ 25% ചാൻസ് ഉണ്ട് അല്ലെ? അതേപോലെ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ആയിട്ട് കമ്പൈൻ ചെയ്യാൻ 25% ചാൻസ് ഉണ്ട്. സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ആയിട്ട് ജോയിൻ ചെയ്യാനും എന്തുണ്ട്? 25% ചാൻസ്. സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി 25% ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ആയിട്ട് ജോയിൻ ചെയ്യാനോ അതും 25% ആണ്. സ്മോൾ ആർ സ്മോൾ വൈ ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള ചാൻസും 25% ആണ്. അപ്പൊ നമുക്ക് ഗ്യാമീറ്റ്സിനെ കിട്ടിയതാ ഇവിടെ ഈ പറയുന്ന അപ്പർ റോയിലും ലെഫ്റ്റ് കോളത്തിലുമായിട്ട് നമ്മൾ ഗ്യാമീറ്റ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗ്യാമീറ്റ്സ് വന്നിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാകുന്ന പ്രോജനീസ് കണ്ട, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ. This one if join capital R small r capital Y. This one if it join capital R capital Y small y. And this one if it is fused then capital R small r capital Y small y. അതേപോലെ ഇത് രണ്ടും ആണെങ്കിലോ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ. അതേപോലെ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ. അതേപോലെ തന്നെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. അതേപോലെ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ.
അതേപോലെ നെക്സ്റ്റ് കോളം നോക്കിക്കേ, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, അതേപോലെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, അതേപോലെ തന്നെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ സ്മോൾ വൈ. ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എത്ര ജനറ്റിക് കോമ്പോസിഷൻ ഉണ്ട്? 16 ജനറ്റിക് കോമ്പോസിഷൻ ഉണ്ട് അല്ലേ? 16 ജീനോ ടൈപ്പ് നമുക്കിവിടെ കാണാൻ കഴിയും. ഈ 16 ജീനോ ടൈപ്പും ഉണ്ടായിട്ടുള്ളത് എത്ര തരത്തിലുള്ള അലീൽസിൽ നിന്നാ? 4 തരത്തിലുള്ള അലീൽസിൽ നിന്നാണ് ഈ 16 തരത്തിലുള്ള ജീനോ ടൈപ്പും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് കിട്ടിയത് ഏത് റേഷ്യോയിലാന്ന് ചോദിച്ചാൽ റൗണ്ട് യെല്ലോ, റൗണ്ട് ഗ്രീൻ, റിങ്കിൾഡ് യെല്ലോ, റിങ്കിൾഡ് ഗ്രീൻ, ഇങ്ങനെ 4 ക്യാരക്ടേഴ്സ് ആണ് കിട്ടിയത്. റൗണ്ട് യെല്ലോ, റൗണ്ട് ഗ്രീൻ, റിങ്കിൾഡ് യെല്ലോ, റിങ്കിൾഡ് ഗ്രീൻ 9:3:3:1 റേഷ്യോയിലാണ് കിട്ടിയത് കേട്ടോ. അതെങ്ങനെയാണ് അങ്ങനെ കിട്ടിയെന്ന് മാത്തമാറ്റിക്കലി ഡിറൈവ് ചെയ്യുന്ന എങ്ങനെ നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുമ്പ് അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. Inheritance of 2 genes. Mendel also worked with and crossed pea plants that differed in 2 characters, as is seen in the cross between pea plant that had seed with yellow color and round shape and one that had seeds of green color and wrinkled shape. Mendel found that the seeds resulting from the crossing of the parent had yellow colored and round shaped seeds. Here, can you tell which of the characters in the pair, that is yellow or green color and round or wrinkled shape, was dominant? Thus, yellow color was dominant over green and round shape dominant over wrinkled. These results were identical to those that he got when he made separate monohybrid crosses between yellow and green seeded plants and between round and wrinkled seeded plants. Let us use genotypic symbols capital Y for dominant yellow seed color and small y for recessive green seed color, capital R for round shaped seed and small r for wrinkled seed shape. The genotype of the parents can then be written as capital R, capital Y and small r, small y. The cross between the two plants can be written down as in figure 5.7 showing the genotypes of the parent plants. The gamete capital R, capital Y and small y unite on fertilization to produce the F1 hybrid as capital R, capital Y, small y. This is heterozygous hybrid organism. When Mendel self-hybridized the F1 plant, he found that 3/4 of the F2 plants had yellow color seed and 1/4 had green. അതായത് അദ്ദേഹം ചെയ്ത മോണോഹൈബ്രിഡ് ക്രോസിൽ സെപ്പറേറ്റ് ക്രോസിന്റെ റിസൾട്ട് ആണ് പറയുന്നത്. 3:1 റേഷ്യോയില് യെല്ലോ കളറും ഗ്രീൻ കളറും കിട്ടിയെന്ന്. ദ യെല്ലോ ആൻഡ് ഗ്രീൻ കളർ segregated in a 3:1 ratio. Round and wrinkled seed shape also segregate in a 3:1 ratio, just like a monohybrid cross. രണ്ടിലും എന്താണ് 3:1 റേഷ്യോയിലാണ് അത് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഈ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, അദ്ദേഹത്തിന്റെ ഈ ഡൈഹൈബ്രിഡ് ക്രോസിൽ നിന്ന് അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ലോ ആണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കേട്ടോ. ഈ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഇത് കണ്ടോ, ഇവിടുന്ന് ഉണ്ടായേക്കുന്ന ഈ ഗ്യാമീറ്റ് ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, ഇത് നെക്സ്റ്റ് ജനറേഷനിലെ ക്യാപിറ്റൽ ആർ, സ്മോൾ വൈ കോമ്പിനേഷൻ ഉണ്ടായല്ലോ. ഇനി ഈ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈന്റെ കൂടെയും ജോയിൻ ചെയ്യാം, ക്യാപിറ്റൽ ആർ സ്മോൾ വൈന്റെ കൂടെയും ജോയിൻ ചെയ്യാം. അതായത് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ കോമ്പിനേഷൻ വരാം, അതേപോലെ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ കോമ്പിനേഷനും വരാം. എന്ന് പറഞ്ഞാൽ റൗണ്ട് യെല്ലോന്റെ കൂടെ മാത്രമല്ല നിൽക്കുള്ളൂ, റൗണ്ട് ഗ്രീനിന്റെ ഒപ്പം നിൽക്കും എന്നാണ് അർത്ഥം. അതേപോലെ റിങ്കിൾഡ് യെല്ലോന്റെ ഒപ്പം വരാം, റിങ്കിൾഡ് ഗ്രീനിന്റെ ഒപ്പം വരാം. അതായത് സ്മോൾ ആർ ക്യാപിറ്റൽ വൈയും വരാം, സ്മോൾ ആർ സ്മോൾ വൈയും വരാം. അപ്പൊ ഇൻഡിപെൻഡന്റ്ലി ആണ് രണ്ട് ക്യാരക്ടർ സെഗ്രിഗേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ചുരുക്കം. ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ സെപ്പറേഷൻ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്, ഡിപ്പെൻഡന്റ് ആയിട്ടല്ല. അതായത് റൗണ്ട് യെല്ലോന്റെ ഒപ്പോ അല്ലെങ്കിൽ റൗണ്ട് ഗ്രീനിന്റെ ഒപ്പോ അങ്ങനെയൊന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നിൽക്കുന്നത്. ഇത് സീഡിന്റെ ഷേപ്പും അതേപോലെ സീഡിന്റെ കളറും അത് രണ്ടും രണ്ട് ക്യാരക്ടറാ. ഈ രണ്ട് ക്യാരക്ടർ ഇരിക്കുന്ന രണ്ട് ക്രോമസോമിലാ അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് റൗണ്ട് സീഡ് ഷേപ്പ് 7th ക്രോമസോമാ ഡിസൈഡ് ചെയ്യുന്നെങ്കിൽ അതിന്റെ കളറ് ഡിസൈഡ് ചെയ്യുന്ന ഫസ്റ്റ് ക്രോമസോമാണ്. അപ്പൊ ഇത് രണ്ടും രണ്ട് ക്രോമസോമാ. അപ്പൊ ഈ രണ്ട് ക്രോമസോമിലിരിക്കുന്ന
രണ്ട് ക്യാരക്ടർ ആയതുകൊണ്ട് ഇത് ക്യാരക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്യുന്ന വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്. അതായത് എന്താ പറയാ, റൗണ്ട് യെല്ലോന്റെ ഒപ്പം റൗണ്ട് ഗ്രീനിന്റെ ഒപ്പം അതേപോലെ തന്നെ റിങ്കിൾഡ് യെല്ലോന്റെ ഒപ്പം ഗ്രീനിന്റെ ഒപ്പം ജോയിൻ ചെയ്യും എന്നുള്ളത്. അതാണ് ഇൻഡിപെൻഡന്റ് സെഗ്രിഗേഷൻ ഓഫ് ദ ക്യാരക്ടേഴ്സ്. ദ ക്യാരക്ടേഴ്സ് ആർ ഗെറ്റിംഗ് സെപ്പറേറ്റഡ് ഇൻഡിപെൻഡന്റ്ലി എന്ന് മനസ്സിലായി ഈ ഒരു റേഷ്യോ കിട്ടിയതോടുകൂടി, അതായത് 9:3:3:1 റേഷ്യോ കിട്ടിയതോടുകൂടി. ഇനി റൗണ്ട് യെല്ലോ, റൗണ്ട് ഗ്രീൻ, റിങ്കിൾഡ് യെല്ലോ, റിങ്കിൾഡ് ഗ്രീൻ, ഇതാണ് കേട്ടോ ഈ 9:3:3:1 എന്ന് പറയുന്നത്. ഇതിനകത്ത് നോക്കിയേ, റൗണ്ട് യെല്ലോ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ക്യാരക്ടറാ, റിങ്കിൾഡ് ഗ്രീൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ക്യാരക്ടറാ. അത് 9ഉം 1ഉം ആണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാല് ഒരു സിംഗിൾ ക്യാരക്ടർ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ 3:1 റേഷ്യോയിലാണ് എന്ത് കിട്ടിയത്, ഡോമിനന്റ് ആൻഡ് റിസസീവ് ക്യാരക്ടർ കിട്ടിയത് F2 ജനറേഷനിൽ. പക്ഷെ ഇവിടെ രണ്ട് ക്യാരക്ടർ ആവുമ്പോഴോ 3:1 എന്നുള്ള ആ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കിയേ, 3 × 3 9 that is 3:1 1 × 3 that is 3:1 × 1 that is 1 ഉണ്ടോ. 9:3:3:1 വന്നുണ്ടോ. അതിനകത്ത് ഈ സെന്ററിലുള്ള 3 എന്താണ്, റൗണ്ട് ഗ്രീൻ. റൗണ്ട് ഗ്രീനിന്റെ ഒപ്പം കൂടിയപ്പോൾ റീകോമ്പിനന്റ് ആയി, അത് റീകമ്പൈൻ ചെയ്തു, ക്യാരക്ടർ റീകമ്പൈൻ ചെയ്തു, ഇൻഡിപെൻഡന്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ക്യാരക്ടർ റീകമ്പൈൻ ചെയ്തു. റൗണ്ട് യെല്ലോന്റെ ഒപ്പം ഇരുന്ന് റൗണ്ട് ഗ്രീനിന്റെ ഒപ്പമായി. അതുപോലെ റിങ്കിൾഡ് ഗ്രീനിന്റെ ഒപ്പം ഇരുന്ന് റിങ്കിൾഡ് യെല്ലോന്റെ ഒപ്പമായി. അതാണ് റിങ്കിൾഡ് യെല്ലോ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് അദ്ദേഹം പ്രപ്പോസ് ചെയ്താണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഇനി ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിൽ എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കിയേ. ഹൈബ്രിഡ് ക്രോസ് നമ്മൾ ഫിഗർ 5.7 കണ്ട ഹൈബ്രിഡ് ക്രോസ് പോലെ ഫീനോടൈപ്സ് റൗണ്ട് യെല്ലോ, റിങ്കിൾഡ് യെല്ലോ, റൗണ്ട് ഗ്രീൻ, റിങ്കിൾഡ് ഗ്രീൻ, ഇങ്ങനെയാണ് 9:3:3:1 റേഷ്യോയിൽ അപ്പിയർ ചെയ്തത്. ഈ റേഷ്യോ പല പെയേഴ്സ് മെന്റലി പഠിച്ച പല പെയേഴ്സിലും ഇതേ സെയിം റേഷ്യോ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു കേട്ടോ. ആ റേഷ്യോ വന്ന് 9:3:3:1 ആയിരുന്നു. അത് 3 yellow is to 1 green with 3 round is to 1 wrinkled. This deviation can be written as follows. ഇതിന് ഈ ഡീവിയേഷൻ നമുക്ക് മോണോ ഹൈബ്രിഡ് ക്രോസ് വെച്ച് എങ്ങനെ എഴുതിയേക്കുന്നത് നമുക്ക് നോക്കാം. 3 റൗണ്ടും 1 റിങ്കിൾഡും, അതായത് 3:1 റേഷ്യോയിൽ റൗണ്ടും റിങ്കിൾഡും, 3:1 റേഷ്യോയിൽ യെല്ലോയും ഗ്രീനും, മോണോ ഹൈബ്രിഡ് ക്രോസ്. ഇത് തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ നോക്കിയേ, 3 × 3 റൗണ്ട് യെല്ലോ, 9 round yellow, 3 × 1 round green. See here, 3 × 1 round green, 3 round green. അതേപോലെ തന്നെ 1 wrinkled 3 yellow, 3 × 1 yellow wrinkled, കണ്ട യെല്ലോ, see here, yellow wrinkled 3. അതേപോലെ തന്നെ 1 wrinkled 1 green, that is 1 wrinkled 1 green, കണ്ട 3:1 × 3:1 is equal to 9:3:3:1 റേഷ്യോയിൽ കിട്ടി കേട്ടോ. ഈ ഒബ്സർവേഷന്റെ ബേസിൽ ഡൈഹൈബ്രിഡ് ക്രോസ്, അതായത് രണ്ട് ക്യാരക്ടേഴ്സ്, രണ്ട് ഡിഫറെന്റ് ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്ത ഈ ഡൈഹൈബ്രിഡ് ക്രോസിൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്ത് സെക്കൻഡ് സെറ്റ് ഓഫ് ജനറലൈസേഷൻ അദ്ദേഹം കൊണ്ടുവന്നു. അതാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഈ ലോ പറയുന്ന എന്താന്ന് വെച്ചാൽ, വെൻ 2 pairs ഓഫ് ട്രെയ്റ്റ്സ് ആർ കമ്പൈൻ ഇൻ എ ഹൈബ്രിഡ്, അതായത് ഒരു ഹൈബ്രിഡിൽ 2 പെയർ ട്രെയ്റ്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 2 പെയർ ക്യാരക്ടർ കമ്പൈൻ ചെയ്യുമ്പോൾ segregation of one pair of character is independent of the other pair of character. അതായത് ഒരു പെയർ ക്യാരക്ടർ സെപ്പറേറ്റ് ആകുന്നത് മറ്റേ പെയർ ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ടാണെന്നാണ് അതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ അത്രയൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റഡി ചെയ്യാം. Law of independent assortment. In the dihybrid cross, the phenotypes round yellow, round yellow, wrinkled yellow, round green and wrinkled green appeared in the ratio 9:3:3:1. Such a ratio was observed for several pairs of characters that Mendel studied. The ratio of 9:3:3:1 can be derived as a combination series of 3 yellow is to 1 green with
3 round is to 1 wrinkled. This derivation can be written as follows: 3 round, 1 wrinkled, cross with 3 yellow, 1 green. 3 into 3, 9. 1 into 3, that is yellow wrinkled, that is 3. അതേപോലെ തന്നെ 3 into 1, that is round green and wrinkled green 1. Like that 9 is to 3 is to 3 is to 1 ratio. Based upon such observation on dihybrid crosses between plants differing in 2 traits, Mendel proposed a second set of generalization that we call Mendel's law of independent assortment. The law states that when 2 pairs of traits are combined in a hybrid, segregation of one pair of character is independent of the other pair of characters. കേട്ടോ, അപ്പൊ അതാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിൽ പറയുന്നത് കേട്ടോ. ഇതിവിടെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാകത്തിന് ഒരു പന്നറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ടുണ്ട്. പന്നറ്റ് സ്ക്വയർ എഫക്റ്റീവ്ലി നമുക്ക് അതിന്റെ ജീനോ ടൈപ്പും ഫീനോ ടൈപ്പും എങ്ങനെയാണ് അതിന്റെ 2 പെയർ ജീൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്, മിയോസിസ് നടക്കുന്ന സമയത്ത് എഗ്ഗും പോളൻ ഗ്രീനും ഉണ്ടാവുന്ന സമയത്ത് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ കോമ്പിനേഷനിലുള്ള ഒരു പ്ലാന്റിൽ എഗ്ഗും പോളൻ ഗ്രീനും ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. എന്തിനകത്ത്? ആ പന്നറ്റ് സ്ക്വയറിനകത്ത് കേട്ടോ. ഇനി ഞാനത് ഡയഗ്രമാറ്റിക്കലി, അതായത് ഈ ക്രോമസോം നമ്പർ 1ഉം 7ഉം സെപ്പറേറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. മിയോസിസ് ഡിവിഷനിൽ ഇത് നോക്കിക്കേ, ഇത് ക്രോമസോം നമ്പർ 1ഉം ഇത് ക്രോമസോം നമ്പർ 7ഉം ആണ്. ഞാൻ നിങ്ങൾക്ക് എനിക്ക് അത്ര നന്നായി വരയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ ക്രോമസോം നമ്പർ 1ലാണ് സീഡ് കളറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീൻ ഇരിക്കുന്നത്. സീഡ് കളറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീൻ നമ്മൾ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സീഡിന്റെ ഷേപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന റൗണ്ടും റിങ്കിൾഡും വരുന്ന ക്രോമസോം നമ്പർ 7ലാണ്. ഇനി ഇത് മിയോസിസ് നടക്കുന്ന സമയത്ത് ആ മെറ്റാഫേസ് 1ൽ വന്നിട്ട് ഇക്വേറ്റർ റീജിയനിൽ മിയോസിന്റെ ഫസ്റ്റ് മിയോസിസിലെ മെറ്റാഫേസ് 1ൽ ഇക്വേറ്റർ റീജിയനിൽ ഹോമോലോഗസ് ക്രോമസോംസ് ഇതാ ഇങ്ങനെ വന്ന് അറേഞ്ച് ചെയ്യും. ഇങ്ങനെ വന്ന് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ക്യാപിറ്റൽ വൈയും ക്യാപിറ്റൽ ആറും കൂടെ ഒരുമിച്ച് ഒരു ഭാഗത്തേക്ക് മൂവ് ആവാം. ക്യാപിറ്റൽ വൈയും ക്യാപിറ്റൽ ആറും കൂടി ഒരുമിച്ച് ഒരു ഭാഗത്തേക്ക് മൂവ് ആവാം. അപ്പൊ എന്തായി? ഈ ഒരു സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ആ സീഡിന്റെ ഷേപ്പും കളറും റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ വൈയും ക്യാപിറ്റൽ ആറും ആവാം. അതേപോലെ തന്നെ ഇത് ദാ ഇങ്ങനെ ഇങ്ങോട്ടും സെപ്പറേറ്റ് ആവാം. അപ്പൊ സ്മോൾ വൈയും സ്മോൾ ആറും ആവും. ഇനി ഇത് നേരെ തിരിച്ച് അറേഞ്ച് ചെയ്തേക്കുന്നിരിക്കട്ടെ, അതായത് ഈ ഭാഗത്ത് സ്മോൾ ആറായിരുന്നു, അതേപോലെ തന്നെ ഈ ഭാഗത്ത് ക്യാപിറ്റൽ ആറായിരുന്നു എന്നിരിക്കട്ടെ. അപ്പൊ നോക്കിയേ, ഇത് സെഗ്രിഗേറ്റ് ആവുമ്പോൾ ക്യാപിറ്റൽ വൈ സ്മോൾ ആറിന്റെ കൂടെയല്ലേ കൂടുക. അപ്പൊ ക്യാപിറ്റൽ വൈ സ്മോൾ ആറായിട്ട് ജോയിൻ ചെയ്യും. അതേപോലെ തന്നെ സ്മോൾ വൈ വന്നിട്ട് ക്യാപിറ്റൽ ആറുമായിട്ട് ജോയിൻ ചെയ്യും. കണ്ടോ, ഇപ്പൊ 4 തരത്തിലുള്ള കോമ്പിനേഷൻ കിട്ടിയില്ലേ. ഈ ക്യാരക്ടേഴ്സ് ഇൻഡിപെൻഡന്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടില്ലേ. കാരണം എന്താ? ഇത് രണ്ട് ക്രോമസോമിലായിരിക്കുന്ന 2 ക്രോമസോംസ് തമ്മിൽ സെപ്പറേറ്റ് ആവുന്ന എപ്പോഴും എങ്ങനെയായിരിക്കും? ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും സെപ്പറേറ്റ് ആവുന്നത്. കാരണം മിയോസിസ് ഡിവിഷൻ നന്നായി പഠിച്ചാലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ് മനസ്സിലാവുള്ളൂ കേട്ടോ. മിയോട്ടിക് ഡിവിഷനിൽ നമുക്ക് ഈ പറയുന്ന ക്രോമസോംസ് സെപ്പറേറ്റ് ആവുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്. 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സെപ്പറേഷൻ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇനി ഈ പന്നറ്റ് സ്ക്വയറിൽ നിന്ന് നമുക്ക് ഇതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ 50% ക്യാപിറ്റൽ ആർ റിസീവ് ചെയ്യാൻ ഒരു ഗ്യാമീറ്റിലേക്ക് 50% ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കണ്ടീഷനിൽ ക്യാപിറ്റൽ ആർ 50%ഉം സ്മോൾ ആർ 50%ഉം ആണ് സെഗ്രിഗേഷന്റെ സമയത്ത് ഗ്യാമീറ്റ് ഫോർമേഷൻ നടക്കുന്ന സമയത്ത് അതിനെ റിസീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി. അതേപോലെ തന്നെ 50% ക്യാപിറ്റൽ വൈയും സ്മോൾ വൈയും. അപ്പൊ ഈ 50% 1/2 ഇൻറ്റു 1/2 ചാൻസ് ആണ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ഒരുമിച്ച് വരാനും, അതുപോലെ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ഒരുമിച്ച് വരാനും, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ഒരുമിച്ച് വരാനും, സ്മോൾ ആർ സ്മോൾ വൈ ഒരുമിച്ച് വരാനും. എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ എത്രയായി? 1/4 ആയി. എന്ന് പറഞ്ഞാൽ ഈ 4 തരത്തിലുള്ള ഗ്യാമീറ്റ്സും ഇൻ ദ കേസ് ഓഫ് ഡൈഹൈബ്രിഡ് ക്രോസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് 1/4 ചാൻസ് ഉള്ളത്, അതായത് 25% ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ 4 തരത്തിലുള്ള എഗ്ഗും 4 തരത്തിലുള്ള പോളൻ ഗ്രെയിനും പന്നറ്റ് സ്ക്വയറിന്റെ 2 ഭാഗത്തായിട്ട് എഴുതുമ്പോൾ ഈ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്യാമീറ്റ് ഫോം ചെയ്യുന്നത് ഈക്വൽ
ഈക്വൽ ഇതിലാണ്, അതായത് ഈക്വൽ പെർസെൻറ്റേജ് വൈസ് ഈക്വൽ ചാൻസ് ആണ് ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആറിൻ്റെ കൂടെ കൂടാനും ക്യാപിറ്റൽ വൈ സ്മോൾ ആറിൻ്റെ കൂടെ കൂടാനും സ്മോൾ വൈ ക്യാപിറ്റൽ ആറിൻ്റെ കൂടെ കൂടാനും സ്മോൾ വൈ സ്മോൾ ആറിൻ്റെ കൂടെ കൂടാനും. അത് കാണിക്കുന്നതാണ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പന്നെറ്റ് സ്ക്വയർ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഇത് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആണ്. ഇത് 16 സ്ക്വയേഴ്സ് ഉണ്ട്. എത്ര തരത്തിലുള്ള ജീനോ ടൈപ്പും എത്ര തരത്തിലുള്ള ഫീനോ ടൈപ്സും ഫോം ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര തരത്തിലുള്ള ഫീനോ ടൈപ്പ് ഫോം ചെയ്തിട്ടുണ്ട്? 4 തരത്തിലുള്ള ഫീനോ ടൈപ്പാണ് അവിടെ ഫോം ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എത്ര തരത്തിലുള്ള ജീനോ ടൈപ്പ് ഫോം ചെയ്തിട്ടുണ്ടാവും? 9 തരത്തിലുള്ള ജീനോ ടൈപ്പാണ് അവിടെ ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഫീനോ ടൈപ്പ് എത്ര തരത്തിലുള്ളതാണെന്ന് ചോദിച്ച് എത്ര തരത്തിൽ ഫോം ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 2n എന്ന ഇക്വേഷൻ ഇട്ട് നോക്കാം കേട്ടോ. 2n where n represent the heterozygous condition. അപ്പോൾ ഫീനോടൈപ്പ് 4 തരത്തിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. കാരണം എന്താണ്? അവിടെ ഹെട്രോസൈഗസ് കണ്ടീഷൻ 2 വരുന്നത്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അതൊരു ഹെട്രോസൈഗസ്, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ അതൊരു ഹെട്രോസൈഗസ് കണ്ടീഷൻ. അപ്പൊ ഇങ്ങനെ ഹെട്രോസൈഗസ് കണ്ടീഷൻ 2 വന്നിടത്ത് 2n that is equal to 2 that is equal to 4. 4 തരത്തിലുള്ള ഫീനോടൈപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. റൗണ്ട് യെല്ലോ, റൗണ്ട് ഗ്രീൻ, റിങ്കിൾഡ് യെല്ലോ, റിങ്കിൾഡ് ഗ്രീൻ, അങ്ങനെ 4 ഫീനോടൈപ്പാണ്. ഇനി ജീനോ ടൈപ്പ് എത്ര പോസിബിൾ ആണെന്ന് വെച്ചാൽ 3n ആണ്. അവിടെ n റെപ്രസെന്റ് ചെയ്യുന്നത് എത്ര ഹെട്രോസൈഗസ് കണ്ടീഷൻ ഉണ്ടെന്നുള്ളത് തന്നെയാണ് n റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദർ വി ക്യാൻ സേ 3/2 2 ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9. 9 തരത്തിലുള്ള ജീനോ ടൈപ്പ് ഉണ്ട്. ഇങ്ങനെ 4 തരത്തിലുള്ള ഫീനോ ടൈപ്പ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പന്നെറ്റ് സ്ക്വയർ വെച്ച് നമ്മൾ ഈ ഫീനോ ടൈപ്പും ജീനോ ടൈപ്പും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. So here Punnett square data work out the genotypic ratio at the F2 stage and fill in the format given is the genotypic ratio. Also 9:3:3:1 genotypic ratio 9:3:3:1 ആണോ? തീർച്ചയായും അല്ല. ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഫീനോട്ടിപ്പിക് റേഷ്യോ കണ്ടുപിടിച്ച പോലെ തന്നെ ജീനോട്ടിപ്പിക് റേഷ്യോയും കണ്ടുപിടിക്കാം. മോണോഹൈബ്രിഡ് ക്രോസിൽ 1:2:1 ആണ് ജീനോട്ടിപ്പിക് റേഷ്യോ എങ്കിൽ 1:2:1 into 1:2:1 ആണ് ജീനോട്ടിപ്പിക് റേഷ്യോ ഓഫ് ദ ഡൈഹൈബ്രിഡ് ക്രോസ്. 1:1 is equal to 1, 1:2 is equal to 2, 1:1 is equal to 1, 1:2:1 കിട്ടി. ഇനി 2:1 is equal to 2, 2:2 is equal to 4, 2:1 is equal to 2. So 1:2:1, 2:4:2. Then next one, 1:1 is equal to 1, 1:2 is equal to 2, 1:1 is equal to 1. So 1:2:1. So here 1:2:1 is to 2 is to 4 is to 2 is to 1 is to 2 is to 1. ഇതാരും കാണാതെ പഠിക്കൊന്നും വേണ്ട കേട്ടോ. ഈ ജീനോട്ടിപ്പിക് റേഷ്യോ ഇവിടെ എന്താണെന്ന് അറിയാവോ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജീനോട്ടിപ്പിക് റേഷ്യോ എന്താണ് എന്നുള്ളത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചെറിയ ഇക്വേഷനാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ഷോർട്ട് കട്ടാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. അപ്പോൾ അത് ഒന്ന് ഓർത്തിരുന്നാൽ മതി, നമുക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ദ പന്നെറ്റ് സ്ക്വയർ ക്യാൻ ബി എഫക്റ്റീവ്ലി യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇൻഡിപെൻഡന്റ് സെഗ്രിഗേഷൻ ഓഫ് ദ 2 pairs of genes during meiosis and the production of eggs and pollen grain in the F1 capital R small r capital Y small y plant. Consider the segregation of one pair of genes capital R and small r. 50% of the gametes have the gene capital R and the other 50% have small r. Now, besides each gamete having either capital R or small r, it should also have the allele capital Y or small y. The important thing to remember here is that segregation of 50% capital R and 50% small r is independent from the segregation of 50% capital Y and 50% small y. Therefore, 50% of the small r bearing gametes has capital Y and the other 50% has small y. Similarly, 50% of the capital R bearing gametes has capital Y and the other 50% has small y. ഞാനിത് വായിക്കുന്ന സമയത്ത് ഇത് എന്താണ് എന്ന് തോന്നണ്ട, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ വായിക്കുന്നത് കേട്ടോ.
Thus, there are 4 genotypes of gamete, 4 types of pollen, and 4 types of egg. The 4 types are capital R, capital Y, capital R, small r, capital Y, small y, each with a frequency of 25%. കാരണം എന്താ, നമുക്ക് മോണോഹൈബ്രിഡ് ക്രോസിൽ ആ ഗ്യാമീറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ സെപ്പറേറ്റ് ആയിട്ട് അത് ഓരോ ഗ്യാമീറ്റിലേക്കും എൻ്റർ ചെയ്യുന്നത് 50% ഗ്യാമീറ്റിൽ വീതം ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ആയിരുന്നു. അതേപോലെ തന്നെ ക്യാപിറ്റൽ വൈയും സ്മോൾ വൈയും 50%, അതായത് 1/2 1/2. അപ്പോൾ 1/2 ഇൻറ്റു 1/2 ക്യാപിറ്റൽ ആർ ആൻഡ് ക്യാപിറ്റൽ വൈ വരുമ്പോൾ, അതേപോലെ ക്യാപിറ്റൽ ആർ ആൻഡ് സ്മോൾ ആർ വരുമ്പോൾ 1/2 ഇൻറ്റു 1/2. അങ്ങനെ 1/2 ഇൻറ്റു 1/2 ചെയ്യുമ്പോൾ നമുക്ക് എത്രയായി 1/4. ആ 1/4 ഓഫ് ദ ടോട്ടൽ ഗ്യാമീറ്റ്സ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് വിൽ ബി ഹാവിംഗ് ദിസ് പർട്ടിക്കുലർ കോമ്പിനേഷൻ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും കിട്ടുക. അതായത് 25% നമുക്ക് ഈ ഓരോ ഗ്യാമീറ്റ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഗ്യാമീറ്റും ഫോം ചെയ്യാനുള്ള ആ ഒരു പോസിബിലിറ്റി എല്ലാത്തിലും ഈക്വൽ ആണ്. 25% ആണ് എല്ലാവർക്കും കേട്ടോ. When you write down the 4 types of eggs and pollen on the 2 sides of the Punnett square, it is very easy to derive the composition of the zygote that give rise to the F2 plants. Although there are 16 squares, how many different types of genotypes and phenotypes are formed? Phenotypes 4 തരത്തിലും, അതായത് 2n, genotype 3/2, that is 9 types ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Note them down in the format given. നമ്മുടെ തന്നിരിക്കുന്ന ഫോർമാറ്റിൽ അതൊന്ന് നോട്ട് ചെയ്ത് നല്ലതാണ്. അതായത് നമ്മുടെ പന്നറ്റ് സ്ക്വയറിൽ കേട്ടോ. Can you using the Punnett square data work out the genotypic ratio at the F2 stage and fill in the format given? Is the genotypic ratio also 9:3:3:1? അത് genotypic ratio 9:3:3:1 ആണോ? അതേപോലെ തന്നെ പിന്നെ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ താഴെ കൊടുത്തേക്കുന്ന ഈ 2 കോളംസ് ഫില്ല് ചെയ്യാൻ അത് എന്താണ് genotype found in F2 and phenotype found in F2 generation. അതാണ് ഇത് അവിടെ കൊടുത്തേക്കുന്നത്. ഇത് രണ്ടും ഫില്ല് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 1:2:1:2:1:2 ആൻഡ് എക്സ്പെക്റ്റഡ് ഫിനോടൈപ്പ് ഈസ് 9:3:3:1 കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് കേട്ടോ.